ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വരാക്ഷര ചിഹ്നങ്ങൾ. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഔ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം. ഔ സ്വരാക്ഷരം എങ്ങനെ എഴുതും? കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? ഔ സ്വരാക്ഷരം. ഓക്കെ, കാണുന്നുണ്ടോ ബോർഡില്? അതിന്റെ ചിഹ്നം എങ്ങനെയാ വെച്ചാൽ ഔ എഴുതുന്നത് പോലെ തന്നെ ആ ലാസ്റ്റിലെ ചിഹ്നം അതുപോലെ ഇട്ട് കൊടുക്കാം. ഓർക്കുന്നുണ്ടോ? ഔ ഔകാരം അല്ലെങ്കിൽ ഔ ചിഹ്നം നമ്മൾ നായ എഴുതുന്നത് പോലെ എഴുതി താഴെലോട്ട് വരച്ച് അതിങ്ങനെ ഫ്രണ്ടിലോട്ട് എഴുതുക. ഏതായി? ഔ സ്വരാക്ഷരത്തിന്റെ ഔ ചിഹ്നം അല്ലെങ്കിൽ ഔകാരം. ഓക്കെ, മനസ്സിലായോ? അതാണ് ഔ ചിഹ്നം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ക പ്ലസ് ഔ എങ്ങനെ വായിക്കും? കായിനോട് കൂടി നമ്മൾ ഔ ചിഹ്നം ചേർക്കുമ്പോൾ ക അതിനോട് ചേർന്ന് എങ്ങനെ വായിക്കും? കൗ. എങ്ങനെ വായിക്കും? കൗ. അവിടെ ഔ എന്നില്ല പ്രൊനൗൺസിയേഷൻ കിട്ടും. ക പ്ലസ് ഔ, കൗ. അടുത്ത നോക്കിയേ, ച് പ്ലസ് ഔ. അപ്പൊ ച എന്തായി മാറും? ഔ ചിഹ്നത്തോട് ചേർന്ന് ച വായിക്കുമ്പം ചൗ, ചൗ. ഓക്കെ, ട് പ്ലസ് ഔ, ടൗ. ടൗ. അവിടെ ഔ എന്നില്ല ആ ഒരു സൗണ്ട് വരുന്നുണ്ട്. ടൗ. ഏതാ അക്ഷരം ചേർന്ന് അതേത് ചിഹ്നത്തോടാ ചേർന്ന് അത് ജോയിൻ ചെയ്ത് വായിക്കുക. ട് പ്ലസ് ഔ, ടൗ, ടൗ. അടുത്ത നോക്കിയേ, പ് പ്ലസ് ഔ. പ എങ്ങനെ വായിക്കും? ഔ ചിഹ്നം ചേർത്ത് പൗ. എങ്ങനെ വായിക്കും? പൗ. ഓക്കെ, ഒന്നുകൂടി വായിച്ചു നോക്കാം. ക പ്ലസ് ഔ, കൗ. ച് പ്ലസ് ഔ, ചൗ. ട് പ്ലസ് ഔ, ടൗ. ട് പ്ലസ് ഔ, ടൗ. പ് പ്ലസ് ഔ, പൗ. ഓക്കെ, ഇന്ന് ഏതാ പഠിച്ചേ? ഔ സ്വരാക്ഷരത്തിന്റെ ഔ ചിഹ്നം. കൗതുകം, കൗതുകം. മൗനം, മൗനം. ഗൗരി, ഗൗരി. നൗക, നൗക. സൗന്ദര്യം, സൗന്ദര്യം. പൗർണമി, പൗർണമി.